എൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ ഉദ്ധാരണം കുറഞ്ഞു വരികയും സമ്പൂർണ്ണമായൊരു സംതൃപ്തി ഉണ്ടാകാത്ത സ്ഥിതിവിശേഷവും ഉണ്ടായി. ഞാൻ കോട്ടയത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഇവിയോൺ എന്ന് പറയുന്നൊരു ടാബ്ലറ്റ് ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് കഴിച്ചു വരികയായിരുന്നു. ഇത് ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. എൻ്റെ ഉദ്ധാരണം വളരെ ചെറിയ സമയത്തേക്കിന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേർവ് ഒന്നിനൊന്നിന് കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോട്ടയത്തെ പല ഹോസ്പിറ്റലുകളിലും അന്വേഷിച്ചിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് പ്രധാനപ്പെട്ട പല ഹോസ്പിറ്റലുകളിലും ഇല്ല എന്ന് മനസ്സിലാവുകയും സാറ് ആ തെറാപ്പി നടത്തുവാൻ സന്നദ്ധനായി വരികയും ഇതിൽ അദ്ദേഹത്തിന് ഞങ്ങളൊരു ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരുന്നു. അതിലൂടെ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ലൈംഗിക ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമസ്കാരം. എനിക്ക് നിലവിൽ 49 വയസ്സ് ആണുള്ളത്. എനിക്ക് 2024 ഒക്ടോബർ മാസത്തോടുകൂടി എൻ്റെ ജനനേന്ദ്രിയത്തിൽ സാധാരണയിൽ കവിഞ്ഞ ഒരു കെർവ് ഉണ്ടാവുകയും തുടർന്ന് എൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ ഉദ്ധാരണം മുൻപുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറഞ്ഞു വരികയും അതുപോലെ തന്നെ സെക്സിൽ ഏർപ്പെടുന്ന സമയത്താണെങ്കിലും സമ്പൂർണ്ണമായൊരു സംതൃപ്തി ഉണ്ടാകാത്ത സ്ഥിതിവിശേഷവും ഉണ്ടായി. അതിനെ തുടർന്ന് ഞാൻ കോട്ടയത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും അവിടുത്തെ യൂറോളജിസ്റ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഈ കാൽസ്യം ഡെപ്പോസിറ്റ് ജനനേന്ദ്രിയത്തിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്നും അത് ഒരു വർഷമെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ അത് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഇവിയോൺ എന്ന് പറയുന്നൊരു ടാബ്ലറ്റ് തുടർന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് കഴിച്ചു വരികയായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു വർഷത്തോടടുത്തപ്പോഴാണ് അദ്ദേഹം തന്നെ ഇതിന് ബെറ്റർ ചികിത്സ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആശുപത്രിയിലുണ്ടെന്നും അവിടെ ചെന്നാൽ ഇഞ്ചക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഓപ്പറേഷൻ കൂടാതെ ഇഞ്ചക്ഷൻ അടക്കമുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ഇത് ഒരുപക്ഷെ പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ പോയി ഈ കാര്യങ്ങൾ ഒരു വിശദമായ പരിശോധന നടത്തണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടുത്തെ യൂറോളജിസ്റ്റിനെ കണ്ടതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹവും ഇത് ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം, അതിനു മുൻപായിട്ട് ഒരുപക്ഷെ സക്സസ് ആവാൻ സാധ്യതയുള്ള ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ കോർപ്പറൽ ഷോക്ക് വേവ് തെറാപ്പി നടത്തിയാൽ കുറേ മാറ്റമുണ്ടായ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഒന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ തന്നെ ഷോക്ക് വേവ് തെറാപ്പിക്കായിട്ട് അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്ന് അത് ചെയ്തു. പക്ഷേ നിരന്തരം വളരെ ദൂരം അവിടം വരെ പോയി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവർ തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറഞ്ഞു, അടുത്തുള്ള സമീപത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ, എല്ലായിടത്തും ഇത് കാണില്ല, സമീപത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവിടെ ചെയ്തതിന് ശേഷം 6 ആഴ്ചയ്ക്ക് ശേഷം ഇവിടെ വന്നാൽ മതിയാവും, അല്ലെങ്കിൽ അവിടെ തന്നെ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോട്ടയത്തെ പല ഹോസ്പിറ്റലുകളിലും അന്വേഷിച്ചിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും പ്രധാനപ്പെട്ട പല ഹോസ്പിറ്റലുകളിലും ഇല്ല എന്ന് മനസ്സിലാവുകയും അവസാനമായി തിരുവല്ലയിലെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ അവർ ഈ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബിലീവേഴ്സിലെത്തുകയും അവിടുത്തെ PMR ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് ഈ കാര്യങ്ങളാകെ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ഷോക്ക് വേവ് തെറാപ്പി റെക്കമെൻഡ് ചെയ്യുകയും അത് ഇവിടെ നടത്താൻ പറ്റും എന്നുള്ളൊരു ശുപാർശ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയ തോമസ് സണ്ണി സാറ് ആ തെറാപ്പി നടത്തുവാൻ സന്നദ്ധനായി വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി 11 തവണയായിട്ട് 11 സെക്ഷനുകളിലായിട്ട് ഈ തെറാപ്പി നടത്തുകയാണ്. അപ്പോൾ മുൻപ് ഈ തെറാപ്പിക്കായി ഞാൻ എത്തുന്ന ഘട്ടത്തിൽ എൻ്റെ ഉദ്ധാരണം വളരെ ചെറിയ സമയത്തേക്കിന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേർവ് ഒന്നിനൊന്നിന് കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വളരെ ആത്മവിശ്വാസം തന്നുകൊണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് കാര്യങ്ങളാകെ തന്നെ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ തെറാപ്പിയിലൂടെ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം നൽകുകയും അതിനനുസരിച്ച് ഏറ്റവും മികച്ച നിലയിൽ തന്നെ ആ ട്രീറ്റ്മെൻറ്റ്
നൽകിയതിൻ്റെയും ഫലമായി ഇപ്പോൾ 11 സെക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉദ്ധാരണത്തിൻ്റെ കാര്യത്തിൽ ഒരു സമ്പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷൻ, പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാകുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ പോയി. ഇപ്പോൾ സെക്സിൽ ഏർപ്പെടുന്നതിന് പ്രശ്നമില്ല എന്ന് മാത്രമല്ല, സമ്പൂർണ്ണമായ സംതൃപ്തി സെക്സിൽ നിന്നും ലഭിക്കത്തക്ക രീതിയിൽ ഉദ്ധാരണം ആ ഒരു നിലയിലേക്ക് ഉയർന്നു വരുവാൻ ഈ തെറാപ്പി എനിക്ക് സഹായമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കെർവിൻ്റെ കാര്യത്തിലാണെങ്കിലും പതിയെ മുൻപ് കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പോൾ ആ കെർവ് വളരെയധികം കുറഞ്ഞ് വരുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. തീർച്ചയായിട്ടും ഈ തെറാപ്പി ഇത്തരത്തിൽ ഒരു അവസ്ഥ ഏതൊരാൾക്കുണ്ടായാലും അവർക്ക് വളരെ മെച്ചപ്പെടുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയുവാൻ സാധിക്കുന്നത്. 1.5 മാസം മുന്നെയാണ് ഈ പേഷ്യൻ്റ് ഇവിടെ ചികിത്സയ്ക്കായിട്ട് വന്നത്. അദ്ദേഹത്തിന് പേരോണിയസ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനായിരുന്നു. പേരോണിയസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷജനനേന്ദ്രിയമായ പെനിസിൻ്റെ പെനൈൽ കണക്റ്റീവ് ടിഷ്യൂവിൽ പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാവുകയും ഇത് മുഖാന്തരം ഇതിന് കർവേച്ചർ, വളവ്, അതോടൊപ്പം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദ്ധാരണശേഷി കുറവ്, അതുപോലെ തന്നെ പെയിൻ, വേദന. മേൽ പറഞ്ഞവയിൽ വേദന അദ്ദേഹം അഡ്രസ്സ് ചെയ്തിരുന്നില്ല, ബാക്കി ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൽ അദ്ദേഹത്തിന് ഞങ്ങളൊരു ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരുന്നു. അതിലൂടെ മനസ്സിലായത് ഇത് അദ്ദേഹത്തിൻ്റെ ലൈംഗിക ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഫിസിയോതെറാപ്പിയിൽ ഞങ്ങൾ മെയിനായിട്ട് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലോ ഇൻറ്റൻസിറ്റി എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ 2 സെഷൻസ് പിന്നിടുമ്പോൾ തന്നെ അദ്ദേഹം ഒരുപാട് വ്യത്യാസം എന്നോട് റിപ്പോർട്ട് ചെയ്തിരുന്നു. 12 സെഷൻസ് പിന്നിടുമ്പോൾ അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തിന് ഉദ്ധാരണശേഷി കൈവരിച്ചതായും അതുപോലെ തന്നെ കർവേച്ചറിൽ താരതമ്യേന വലിയ വ്യത്യാസം വന്നതായും സെൽഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഒരു ചികിത്സ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ചികിത്സയ്ക്കായിട്ട് അല്ലെങ്കിൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്ത് സംശയ നിവാരണത്തിനും നിങ്ങൾക്ക് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ കംഫർട്ടബിൾ.